ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ് ഇന്ന് വന്നിട്ടുള്ളത്. ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രൂ ഔട്ട് ക്ലാസ് കാണാൻ എല്ലാ മക്കളും അതിനുശേഷം ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. അതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ടൈമിൽ കുറേ അധികം എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ സഫർ ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഡിസൈഡ് ചെയ്തൊരു കാര്യമായിരുന്നു, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആയിരിക്കും. കാരണം സച്ച് സിറ്റുവേഷൻസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കണം. നമ്മുടെ കൊളോണിയൽ പീരീഡ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ പോലുള്ള അവസ്ഥകൾ ഇനി ഇല്ലാതിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് തന്നെയാണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കൃത്യമായിട്ടും ബോധേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ ഡെമോക്രസിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റ് എന്താ പറയുക അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള പോലെ തന്നെ നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു പ്രയാമ്പിളോടെയാണ്. അതിൽ തന്നെ കൃത്യമായിട്ടും ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള ഫിലോസഫി എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ടും മെൻഷൻ ചെയ്തുകൊണ്ട് പ്രയാമ്പിളോട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻ ദ മോഡേൺ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് ഒരു പ്രയാമ്പിളോട് കൂടിയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബേസിക് വാല്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്ന പ്രയാമ്പിളോട് കൂടിയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡ്രോൺ അപ്പ് enacted by the people through their representative and not handed down by the king or any outside powers. ഇവിടെ നമ്മൾ കാണാൻ പറ്റും, നമ്മുടെ ഭരണഘടന ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ് എന്ന് മെൻഷൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഔട്ട്സൈഡ് പവേഴ്സിൻ്റെയോ കൺട്രോളിലല്ലാത്ത ഒരു രാജ്യമാണ് നമ്മളെന്ന് എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. സോവറിനാണ്, ഒരു ഔട്ട്സൈഡോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടും പവറുള്ള സോവറിനിറ്റിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോവറിൻ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോവറിൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടേത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോവറിൻ എന്നുള്ള വേർഡ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹാവ് സുപ്രീം റൈറ്റ് ടു മേക്ക് ഡിസിഷൻ ഓൺ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ മാറ്റേഴ്സ്. നോ എക്സ്റ്റേണൽ പവർ ക്യാൻ ഡിക്റ്റേറ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ അകത്തുള്ള കാര്യങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്ന എക്സ്റ്റേണൽ റിലേഷൻ ഉണ്ടാവുന്നു, ഏതൊക്കെ രാജ്യങ്ങളായിട്ട് ഏതൊക്കെ കൈൻഡ് ഓഫ് പോളിസീസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഫൈനൽ പവർ നമുക്കാണ്. ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പവേഴ്സിനും അതിനെന്തില്ല, ഒരു റോളില്ല, ഒരു വോയിസ് ഇല്ല എന്ന് കൃത്യമായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യലിസ്റ്റ് ആണ്. വെൽത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ഈ പറയുകയാണെങ്കിൽ സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് നമുക്ക് പറയാം. ഒരു ഹാൻഡിൽ മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൃത്യമായിട്ടും എല്ലാ ആളുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ വെൽത്ത് ഈസ് ജനറേറ്റഡ് സോഷ്യലി ആൻഡ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി ബൈ സൊസൈറ്റി. ഗവൺമെന്റ് ഷുഡ് റെഗുലേറ്റ് ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആൻഡ് ഇൻഡസ്ട്രി, റെഡ്യൂസ് ദ സോഷ്യോ ഇക്കണോമിക് ഇൻഈക്വാലിറ്റീസ്. അപ്പോൾ സോഷ്യോ ഇക്കണോമിക് ഇൻഈക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടും ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പ്രോപ്പർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോളിലായിരിക്കണം മേജർ ആയിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുക വെൽത്ത് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സ്വത്ത് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ഹാൻഡിൽ മാത്രം പണം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈക്വലി എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്യുലർ ആണ്. നമ്മുടെ പറയുന്നുണ്ട് സിറ്റിസൺസിന് അവരുടേതായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കാം. ഒരു പെർട്ടിക്കുലർ റിലീജിയൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒഫീഷ്യൽ റിലീജിയൻ നമുക്കില്ല. അപ്പോൾ സിറ്റിസൺ ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ടു ഫോളോ എനി റിലീജിയൻ ബട്ട് ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. ഗവൺമെന്റ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് വിത്ത് ഈക്വൽ റെസ്പെക്ട്. അപ്പോൾ എല്ലാ മതങ്ങളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഗവൺമെന്റ് ഒരേ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു ഔദ്യോഗിക മതം അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആർക്കില്ലടാ, നമ്മൾ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും പറയുന്നത്. Then democratic, a form of government where people enjoy equal political rights, elect their rulers and hold them accountable. The government is run according to basic rules. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾസ് ഓൺ ഗവൺമെന്റ് ആണ്. ഓക്കെ, പീപ്പിൾസ് ഓൺ ഗവൺമെൻറ് ആണ്. നമ്മളാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതൽ അക്കൗണ്ടബിൾ ആയിരിക്കും, കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കും. ഈ പറഞ്ഞ റൂളേഴ്സ് ആരോട്, പീപ്പിൾസിനോട് നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉണ്ടാവും, ലോട്ട്സ് ഓഫ് ലോസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ റൂളേഴ്സ് ഗവൺ ചെയ്യേണ്ടത്. ബിഹാഫ് ഓഫ് അസ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റിപ്പബ്ലിക് ആണ്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ഇലക്റ്റഡ് പേഴ്സൺ ആൻഡ് നോട്ട് എ ഹെറിഡിറ്ററി പൊസിഷൻ എന്നുള്ളതാണ്.
നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആണ്, അല്ലാതെ എന്തല്ല പരമ്പരാഗതമായിട്ട് കിട്ടിയ അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് കൈമാറി കിട്ടിയ പവർ അല്ല എന്നുള്ളതാണ് നമ്മൾ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. Then justice. Citizens cannot discriminated be on the grounds of caste, religion, gender, social inequalities have to be reduced. Government should work for the welfare of all, especially the disadvantaged groups. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ഇക്വാലിറ്റി പോലെ തന്നെയാണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ബേസിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഒരാളും ഫേസ് ചെയ്യാൻ പാടില്ല. അത് ജെൻഡറിൻ്റെയോ കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ റിലീജിയൻ്റെയോ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക എന്തിൻ്റെ പേരിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസും ഒരാളും ഫേസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടും ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്നുണ്ട് കുറച്ച് എന്താ പറയുക ഡിപ്രസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക എന്നുള്ളതും അവിടെ വരുന്നുണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിന് എന്ത് ചെയ്യണം, വെൽഫെയർ കൃത്യമായിട്ടും എൻഷുർ ചെയ്യേണ്ടത് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്ന ലിബേർട്ടി ആണ്. There is no unreasonable restrictions on the citizens, what they think, how they wish to express their thoughts and the way they wish to follow up their thoughts in action. ലിബേർട്ടി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഏതൊരാൾക്കും അവരുടേതായിട്ടുള്ള എന്താവും അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും, അത് പ്രകടിപ്പിക്കാം. അവരെങ്ങനെ തീരുമാനിക്കണം, എന്ത് ചിന്തിക്കണമെന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇക്വാലിറ്റിയാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാ ആളുകളും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അത് റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണെങ്കിലും ഹൈ കാസ്റ്റ് ആണെങ്കിലും ലോ കാസ്റ്റ് ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ പീപ്പിൾസും ഗവൺമെൻറ് ഈ പറയുന്ന ബിഫോർ ദ ലോ ഓൾ ആർ ഈക്വൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ദ ട്രഡീഷണൽ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഹാവ് ടു ബി എൻഡഡ്. ദ ഗവൺമെൻറ് ഷുഡ് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. അതുപോലെ തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യണം, അവസര സമത്വം ഉറപ്പുവരുത്തണം. ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then the last one, fraternity. All of us should behave as if we are members of the same family. No one should treat fellow citizens as inferior. നമ്മളോട് പറയുന്നുണ്ട്, എന്താ പറയുക സഹോദര്യം അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും നമ്മൾ പറയുന്നത് അല്ലേ, എല്ലാ ഇന്ത്യക്കാരും സഹോദരനാണ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കിവിടെ ഉദ്ദേശിക്കാം. അതായത് ഇവിടെ മെൻഷൻ ചെയ്യാം, അതായത് നമ്മളെല്ലാവരും ഒരു ഫാമിലിയുടെ ഒരു നാഷൻ്റെ പാർട്ടാണ്. ഒരാളും പുറത്തുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഔട്ട്സൈഡറോ അല്ലെങ്കിൽ മാറി നിർത്തേണ്ട ഒരാളോ അല്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫിലോസഫി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സും ഡിസ്കസ് ചെയ്യാൻ ഇനിയുള്ള ക്ലാസ്സസിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.